വളരെ ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. ഒരു ഡോക്ടർ, പുള്ളിക്കാരുടെ പേര് ഐ ജസ്റ്റ് മേക്ക് ഇറ്റ് ആസ് രേഷ്മ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഹസ്ബൻഡിന് വീടും സ്ഥലവും തോട്ടവും രാവിലെ എഴുന്നേൽക്കുമ്പം മണ്ണി ചവിട്ടി നിൽക്കുകയും കാര്യങ്ങളൊക്കെ വേണം. പുള്ളിക്കാരത്തേക്ക് കൺവീനിയൻസ് ആണ് ഫസ്റ്റ്. കാരണം കുറച്ചുകൂടെ ഒരു ലൈക്ക് ഷീ സ്റ്റഡീഡ് അബ്രോഡ്. അപ്പം സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ കൺസേൺഡ് ആയിരുന്നു, പക്ഷേ കൺവീനിയൻസ് ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ഹർ. പക്ഷെ അപ്പം രേഷ്മ മാഡം വാട്ട് ഹാപ്പൻ ഫോർ ഹർ വാസ് ദാറ്റ് ദ ജസ്റ്റ് കെയിം ആസ് ആൻ എൻക്വയറി ആൻഡ് അവർക്ക് ലൈക്ക് ഹസ്ബൻഡ് വാസ് നോട്ട് അറ്റ് ഓൾ കോപ്പറേറ്റീവ്. പുള്ളിക്കാരൻ കോപ്പറേറ്റ് ചെയ്യുന്നതേ ഇല്ല. സോ ഈവൻ ഡ്യൂറിങ് സൈറ്റ് വിസിറ്റ് ഇതൊക്കെ എന്ന് നിങ്ങൾ ഈ അടച്ചിട്ട മുറിയിൽ, ഈ പെട്ടി പോലുള്ള മുറിയിലൊക്കെ ആരെങ്കിലുമൊക്കെ താമസിക്കുമോ, ഇതൊക്കെ എൻ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഫ്രം ഹിസ് സൈഡ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ലൈക്ക് ഈ സെയിൽ ക്ലോസ് ചെയ്യുന്നത് ഐ ജസ്റ്റ് ബിക്കോസ് എൻ്റെ കൂടെ നിന്നിരുന്ന പയ്യൻ ലൈക്ക് എൻ്റെ സപ്പോർട്ടൻസ് എന്നോട് പയ്യൻ എന്ന് പറയുന്നത് ക്ഷമിക്കണം, അത് കാരണം ഞങ്ങളൊരു കൊളോക്കിയൽ ലാംഗ്വേജിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഐ എം സോറി ബട്ട് സ്റ്റിൽ അന്ന് എനിക്ക് തോന്നുന്നു ബോസ്കോ വാസ് വിത്ത് മീ. അപ്പോൾ ബോസ്കോ ഉണ്ടെങ്കിൽ ആൾ ചിരിക്കുന്നുണ്ട് ഇപ്പോഴും, പലപ്പോഴും ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ ചോദ്യം ഇത്രയേ ഉള്ളായിരുന്നു, മാഡം ഈ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് മാഡം എങ്ങോട്ട് പോയാലും കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് താമസിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോയാലും ലൈറ്റ്, ഗ്യാസ്, അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓഫ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ 2 ദിവസം പൂട്ടിയിട്ടിട്ട് പോയാൽ കള്ളം കയറുമോ, അതിന് അയൽക്കാരെന്ത് പറയും തുടങ്ങിയിട്ടുള്ള സിറ്റുവേഷനിൽ താമസിക്കണമെന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ സത്യം പറയാൻ ഓപ്പണായിട്ട് ഈ മാഡം ഈ ഡോക്ടറുടെ അടുക്കൽ ചോദിക്കുന്നുണ്ട്. ഷീ ജസ്റ്റ് ലാഫ്റ്റ്. എനിക്കതേ പറയാറുള്ളൂ, കാരണം പുള്ളിക്കാരത്തിൻ്റെ മെയിൻ കൺസേൺ അത് തന്നെയായിരുന്നു. കാരണം വളരെ ബിസി ഷെഡ്യൂളൊക്കെയാണ്, അപ്പം ചിലപ്പം ലേറ്റ് നൈറ്റ്സൊക്കെ ആയിരിക്കും അവർ വരുന്നത്. അപ്പം ഈ വീട് എങ്ങനെ കിടക്കുന്നു എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതിൽ ഓരോ മുറി അടച്ചോ, ടോപ്പ് ഫ്ലോർ അടച്ചോ, ഫസ്റ്റ് ഫ്ലോർ അടച്ചോ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, സേഫ്റ്റി എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് പകരം ജയശങ്കർ വാട്ട് യു സെഡ് ഈസ് എക്സാക്ട്ലി റൈറ്റ്. കാരണം ദാറ്റ് സോർട്ട് ഓഫ് എ റിലാക്സേഷൻ ഐ ആം ആക്ച്വലി ലുക്കിംഗ് ഫോർ. നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണ്. എന്തായാലും പുള്ളിക്കാരത്തി ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്തു. സി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഈ ഫ്രണ്ട് ഇപ്പം ആ ചോദ്യം വളരെ എന്താ പറയേണ്ടത്, വളരെ ന്യായമാണ്. നിങ്ങളിപ്പോൾ എങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഒരു സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചും ബോധേഡാവാതെ യു ക്യാൻ ജസ്റ്റ് ലോക്ക് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ഗോ ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ എ ഫ്ലാറ്റ് ആൻഡ് ഓൾ ദ അമ്യൂണിറ്റീസ് എവറിത്തിങ് യു ഹാവ് ഗോട്ട് ഇൻ ഹാൻഡ്. ഇതെല്ലാം ഉള്ളപ്പോൾ പിന്നെ നിങ്ങളെന്തിനാണ് കൂടുതൽ ബോധേഡാവുന്നതെന്ന്. പക്ഷേ ഇപ്പം ബോത്ത് ആർ ലിവിങ് വെരി ഹാപ്പിലി. കാരണം ഹീസ് ഫീലിംഗ് മോർ കംഫോർട്ട് ദൻ മാഡം എന്ന് പറയണം. കാരണം ഷീ ഈസ് വെരി ഹാപ്പി, ബട്ട് സ്റ്റിൽ സാറും ഭയങ്കര ഹാപ്പിയാണ്. സാറിൻ്റെ ഒരുപാട് എനിക്ക് തോന്നുന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആരോ 1-2 പേര് ആ ഫ്ലാറ്റിൽ കൂടുതൽ മേടിച്ചു. ആൻഡ് ദേ ഓൾ ആർ ഹാവിങ് എ സൂപ്പർ അറ്റ്മോസ്ഫിയർ ഓൾ ടുഗദർ ഇൻ ദ അപ്പാർട്ട്മെൻറ്റ് റൈറ്റ് നൗ. അപ്പം ഐ ഓൾവേസ് സേ ഈ ഒരു കൺവീനിയൻസ് പാർട്ടിന് നിങ്ങളൊരു പ്രയോറിറ്റി ഷുഡ് ആക്ച്വലി ഗിവ്. പെർട്ടിക്കുലർലി നിങ്ങളുടെ വൈഫ് പറയുന്ന കാര്യങ്ങളും ഐ സേ യു ഷുഡ് ലിസൺ. ഇറ്റ് ഹാസ് ഹാപ്പൺ ഗുഡ് ഫോർ ഹിം.